കൊല്ലം അമ്പലംകുന്നിൽ വീട് തീ കത്തി നശിച്ചു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന അമ്മയും 3 പെൺമക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആദിച്ചനല്ലൂർ വെളിച്ചിക്കാല മലവയലിൽ അജ്മൽ ഖാൻ്റെ അമ്പലംകുന്ന് തെറ്റിക്കാട്ടുള്ള വാടക വീടിനാണ് തീ പിടിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഏകദേശം 1 മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത്. അടുക്കള ഭാഗത്ത് നിന്നുമുണ്ടായ തീപിടുത്തത്തിൽ വീട് കത്തി നശിക്കുകയായിരുന്നു. ഗൃഹോപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും തീപിടുത്തത്തിൽ പൂർണ്ണമായും നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് സ്ഥാപിച്ചിരുന്ന സ്വിച്ച് ബോർഡിൽ ഉണ്ടായ തീയ് പിന്നീട് വീടിൻ്റെ മേൽക്കൂരയും വീട്ടുപകരണങ്ങളും ഗൃഹോപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും വസ്ത്രങ്ങൾ ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. തീപിടുത്തമുണ്ടായ അടുക്കളയുടെ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്ന അജ്മൽ ഖാൻ്റെ ഭാര്യയും 3 പെൺമക്കളും തീപിടുത്തത്തിൽ മേൽക്കൂരയുടെ ഓട് പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും തീയുടെ ചൂടും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. ഇമാമായ അജ്മൽ ഖാൻ സ്ഥലത്തില്ലാതിരുന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. സ്വന്തമായി വസ്തുവോ വീടോ ഇല്ലാത്ത ഈ കുടുംബം വർഷങ്ങളായി വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. മുസ്ലിം ജമാഅത്തിൽ 5 വർഷത്തോളം സേവനം ചെയ്യുകയും എൻ്റെ മക്കളുടെ പഠന സൗകര്യാർത്ഥം ഇവിടെ താമസമാവുകയും ഈ നാട്ടുകാരുടെയൊക്കെ അഗൈതമായ സഹകരണത്തോടുകൂടി ഞാനിവിടെ താമസിച്ച് വരികയായിരുന്നു. ഒരു വീടുകളിലായി വാടകയ്ക്ക് മാറി മാറി താമസിച്ചു. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ ഒരു തീപിടുത്തമുണ്ടാവുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൊത്തം മാറി മറിയുന്ന രീതിയിൽ വളരെ ദുഃഖകരമായ തീപിടുത്തം രാത്രി 26-ാം തീയതി രാവിലെ വെളുപ്പിനൊരു 1 മണിയോടുകൂടി തീപിടുത്തമുണ്ടാവുകയും നാട്ടുകാരും ഫയർഫോഴ്സിൻ്റെയും സഹായത്തോടു കൂടി അണയ്ക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റൊരു ഭവനത്തിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കണമെന്നും ഈ പവിത്രമായ റമദാൻ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന സക്കാത്തിൻ്റെ വിഹിതത്തിലും സദക്കയിലും എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുകയും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ താമസിച്ചു വന്നിരുന്ന വാടക വീട് കത്തി നശിച്ചതോടെ ഈ നിർധന കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട അജ്മൽ മൗലവി ഈ അമ്പലംകുന്ന് ചെങ്കൂർ മുസ്ലിം ജമാഅത്തിൽ 5 വർഷത്തോളം സേവനം ചെയ്യുകയും 4 വർഷം കൊണ്ട് ഞങ്ങളുടെ ഈ ജമാഅത്തിൻ്റെ പരിധിയിൽ വാടകയ്ക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭാര്യയും 3 പെൺമക്കളും 9-ലും 7-ലും 5-ലുമൊക്കെ ആയിട്ട് പഠിക്കുന്ന 3 പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. അവരുമായി നമ്മളുടെയൊക്കെ സഹായത്താൽ ഒരു ചെറിയ വീട് എടുത്ത് താമസിച്ച് വരികയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു 4 സെൻറ്റ് വസ്തു വാങ്ങുകയും അതിനകത്തൊരു ചെറിയ വീടിന് വേണ്ടിയുള്ള ബേസ്മെൻറ്റൊക്കെ കെട്ടി ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഞങ്ങളിങ്ങനെ പലരിൽ നിന്നും സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട് അഗ്നിക്ക് ഇരയാകുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ, ഫർണിച്ചറുകൾ ഉൾപ്പെടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ഡ്രസ്സുകൾ, മറ്റ് സാധനങ്ങൾ മുഴുവനും ഫ്രിഡ്ജ്, അലമാര, കട്ടിൽ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ സർവ്വ സാധനങ്ങളും ഈ തീപിടുത്തത്തിൽ നശിച്ചു പോവുകയും അതുപോലെ തന്നെ ആ വീട് ഒരു ഭാഗമൊഴിച്ച് ബാക്കി മുഴുവൻ ഭാഗങ്ങളും ആ തീയിൽ അമർന്നു പോവുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഉടയന് തന്നെ അത് നമ്മൾ ശരിയാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 3 കുട്ടികളുമായി വാടകയ്ക്ക് താമസിക്കുന്ന, പള്ളികളിൽ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ് അജ്മൽ മൗലവി. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണം. പരിശുദ്ധമായ റമദാൻ മാസമാണ്.
പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ദാനങ്ങൾക്ക് ഇരട്ടിയിലേറെ പ്രതിഫലങ്ങൾ കിട്ടുന്ന പരിശുദ്ധമായ ഈ മാസത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സദക്കകൾ അതിന് നാഥനായ റബ്ബിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന സംഗതിയാണ്. അതുകൊണ്ട് എല്ലാ സഹോദരീ സഹോദരന്മാരും ബഹുമാന്യനായ അജ്മൽ മുസ്ലിയാരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. റമദാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ പണി നമുക്ക് ആരംഭിക്കണം. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 3 പിഞ്ച് പെൺമക്കളെയും നമുക്ക് സുരക്ഷിതമായി ആ ഒരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കണം. അള്ളാഹു അതിന് എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈലോഡ് സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടികളുടെ എല്ലാ പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചു. ഈ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.